ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ ടു സ്റ്റിവിയൻ. ഇത് ഓരോ വിളയിലായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളൊന്നൊരു കാർ ചലഞ്ച് ചെയ്യാൻ പോകണം ഗൈസ്. ഗെയിമിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുതരാം. ഒന്ന് മുകളിലോട്ട് എത്തട്ടെ. ഓരോരുത്തരും ഓരോ വിളയിലായിട്ടിരിക്കുന്നത്. ഹായ് ആണ് ഇവിടെ ഹായ് ഓരോ വിളയിലായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. മുകളിലോട്ട് പോട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ കാറിൻ്റെ അടുത്ത് എത്തി കേട്ടോ. നട്ടുച്ച വെയിലത്ത് 12 മണിക്കാണ് നമ്മളിവിടെ നിൽക്കുന്നത്. സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കറക്റ്റ് ഇപ്പം 12 മണിയാണ് കേട്ടോ. കറക്റ്റ് ഇപ്പോൾ 12 മണിയാണ്. നമ്മളിപ്പോൾ 12 മണിക്ക് നട്ടുച്ച വെയിലത്ത് ഇവിടെ നിൽക്കുകയാണ്. ഇന്ന് നമ്മളെ ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിനകത്ത് 4 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഫുൾ അടച്ച്. ഗെയിമിൻ്റെ റൂളുകൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളോട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുറത്തോട്ട് പോകാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, 1-നും 2-നും ഒന്നും പോകാൻ പാടില്ല. 4 മണിക്കൂർ കറക്റ്റ് തന്നെ സ്പെൻഡ് ചെയ്യണം. ഒരു 800 കാറാണിത്. ഇതിനകത്ത് ഗ്ലാസ് പൂട്ടിയിട്ടാണ് നമ്മൾ 1-2 ഇന്നുകൊണ്ട് മാളുകൊണ്ട് നമ്മൾ കറക്റ്റ് 4 ഓർഡർ വെച്ചിപ്പോയി. ഇപ്പോൾ ഇതൊക്കെ ഗെയിം നമ്മളത് കയറാൻ പോകും. കറക്റ്റ് 12 മണിയായി. ഇന്ന് ഇപ്പോൾ കയറിയില്ലേ കറക്റ്റ് ആവും. അടി കൂടല്ലേ ഗായ്സ്, ഗ്ലാസ് എല്ലാം പൂട്ടിയേക്കാണ് കേട്ടോ. ഗ്ലാസ് എല്ലാം പൂട്ടിയേക്കാണ്. അതെല്ലാവരും കണ്ടല്ല, ലോക്ക് ചെയ്തു. ഗ്ലാസ് എല്ലാം പൂട്ടിയേക്കാണ്. സമയം ഇപ്പം കറക്റ്റ് 12:02 ആയിട്ടുണ്ട്. അപ്പോൾ 4:02 വരെ നമ്മളിരിക്കണം, എന്നാലും 4 മണിക്കൂറാവുള്ളൂ. ഇപ്പം നമ്മളെ ഫ്രണ്ട് സീറ്റിൽ മാളുമാണ്. ഇപ്പൊ തന്നെ നല്ല ചൂടുണ്ട് ഗായ്സ്. എന്താണെന്ന് അറിഞ്ഞൂടാ. മാളുണ്ട്, പൊന്നുണ്ട്. ഓക്കെ, നമ്മളതാ മക്കളെ അടി കൂടല്ലേ. നിനക്ക് ഗെയിം ജയിക്കണ്ടേ? എങ്ങനെയുണ്ട്? ഇപ്പൊ കേറിയപ്പോ തന്നെ 4 മണിക്കൂർ എങ്ങനെ ഇരിക്കും എനിക്കറിയില്ല. അത്രേ ഉള്ളു പവർ. എനിക്ക് കൊണ്ട് മിന്നുമായിരിക്കും ജയിക്കാൻ പോണത് അല്ലേ? നീ പറ, നീ ജയിക്കുമെന്ന് പറ. ഞാൻ ജയിച്ചിരിക്കും. നല്ല ചൂടാണ് കേട്ടോ. നല്ല ഈ കറക്റ്റ് നട്ടുച്ച വെയിലത്ത് അടിയാണ് കേട്ടോ. മിന്നുവിന് ഫ്രണ്ടിലിരിക്കണം, പിണങ്ങിയിരിക്കുകയാണ്. നീ പിറകിൽ വാ. ഇതിന്റെ അകത്തോടെ ഇങ്ങനെ പോയാൽ മതി. നീ പിറകിൽ പോയി. നീ ഇവിടെ ഇരിക്കണ. പക്ഷെ ഇനി ഡോർ തുറക്കാൻ പറ്റില്ല. ഡോർ തുറന്ന് പുറത്തിറങ്ങുന്ന ആള് ഔട്ടാണ്. ഡോറ് ലോക്ക് ഇളക്കണ ആള് ഔട്ടാണ്. വാ ഫ്രണ്ടി വാ. ഐസ് എന്റെ ഇത് വെച്ചത് എന്റെ അമ്മ ചുടേ വിയർത്ത് നോക്കണ ആളൗട്ട്. ജയിക്കണവർക്ക് 200 rupees സമ്മാനം. ജയിക്കണവർക്ക് ഈ ചൂടത്ത് ഉറങ്ങാമോ എന്നാ? പിന്നെ ഉറങ്ങ്. വെയിലോട്ട് നീ ഈ ചൂടത്തിരുന്നിട്ട് ഇനി വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ചൂടത്ത് വെയിലത്ത് നിൽക്കണല്ലേ ജോലിക്ക്. ഇയാളെ മുഖത്ത് പിന്നെ ഇല്ലല്ലോ കുരുകുരിപ്പ്. നോക്കണേ കൊടുക്കണ. മൈ ഗോഡ്. തിരുവാതിരയിൽ പൊന്നിനൊരു കൂസലില്ല കേട്ടോ. പൊന്നു ജയിക്കുന്നാണ് എനിക്ക് തോന്നണം. ഇപ്പൊ 12:09 ആയിട്ടുണ്ട്. 12:02 നമ്മൾ കയറി കറക്റ്റ് ഇരുന്നത്. എന്റെ അമ്മ ഇതൊരു ചൂട്. കറക്റ്റ് ഇപ്പൊ ഒരു 7 മിനിറ്റ് ആയതേ ഉള്ളൂ. നമ്മളെ പുറമൊക്കെ നല്ല വിയർത്ത് തുടങ്ങി കേട്ടോ. നല്ല വൃത്തി വിയർത്ത് തുടങ്ങി. നോക്കട്ടെ, പൊന്നിനൊരു കൂസലുമില്ല. പൊന്നു എങ്ങനെയെങ്കിലും ആറ്റിറ്റ്യൂഡ് കിങ്ങാണ് പൊന്നു. ഇതെന്താ ഇങ്ങോട്ട് എന്താണ് വെട്ടുന്നതാണ്? ഇങ്ങോട്ട് അടുത്തോട്ട് 8 മിനിറ്റ് ആയുള്ള കേട്ടോ. ഇതിൽ ആര് ജയിക്കുമെന്ന് നിങ്ങൾ പറയുക. ആര് ജയിക്കും? ആര് ജയിക്കും? 4 മണിക്കൂറൊക്കെ ഇരിക്കുമോ പിള്ളേരെ? ഇപ്പൊ തന്നെ 8 മിനിറ്റ് ആയതേ ഉള്ളൂ. പറ്റണില്ല. എന്താവോ എന്തോ. ആര് ജയിക്കും നമുക്ക് നോക്കാം. വീഡിയോ എന്തായാലും ഷോർട്ടായിരിക്കും കേട്ടോ. ടൈം ലാപ്സ് വെച്ച് വീഡിയോ ഇട്ട് 4 മണിക്കൂർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഒരിക്കലും കണ്ടിരിക്കാൻ പോലെന്നറിയാം.
എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യണ കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണം മനസ്സിലാക്കാതെ കറക്റ്റ് നമ്മൾ ടൈം നമ്മൾ നെറ്റ് ഓണാക്കിയ ഫോണിലെ ടൈം നമ്മൾ കാണിച്ചു തരണുണ്ട്. ഇതേ ഉള്ളു ഗൈസ് ഇത് തെളിവ്. നമ്മളാരും കള്ളം പറയൂല. എന്റെ അമ്മോ 12:15 കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ടൈം കാണിക്കുന്നതാണ്. അല്ല എനിക്ക് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഈ ചൂടത്തൂടെ ഇരിക്കണമല്ലോ ഗൈസ്. വേർപ്പ് വരുമ്പോ വേർപ്പിന്റെ ഗെയിം എന്ന് വെച്ചാല് ചേട്ടൻ വേർപ്പ് വരുമ്പോ തുടച്ചളെ ചേട്ടൻ മുഖം നോക്കി. പിന്നെ തുടക്കണ്ട, ഇങ്ങനെ തുടക്കണ്ടേ? തുടക്കാൻ പാടില്ലേ? ഓക്കെ. ചേട്ടാ ഒരു കാര്യം പുറത്തുനിന്ന് ആൾക്കാരൊക്കെ റോട്ടിൽ കൂടെ പോണണ്ടേ, അവരൊക്കെ നോക്കുമ്പോ നമ്മളെ AC ഒക്കെ ഇട്ട് കാറിന്റെ തിരിക്കുന്ന വിചാരം. നമ്മള് AC ഒക്കെ ഇട്ട് മുമ്പോ പണക്കാരല്ലേ ഇത്ര സമയമൊക്കെ AC ഒക്കെ ഇട്ട് ഇരിക്കണത്. അപ്പൊ പിള്ളേര് ഭാഗ്യവര് തന്നെ AC ഒക്കെ ഇട്ട്. അയ്യോ ചൂടെടുക്കേ. ചൂടത്ത് കൊച്ചു പിള്ളേരെ കൊണ്ട് കാറ് കയറിക്കാൻ നിനക്ക് പ്രാന്താണോ എന്ന് ചോദിക്കും എല്ലാരും. ഗൈസ് ഇത് ഗെയിമാണ് ഗൈസ്, എല്ലാരും ഗെയിമിന്റെ ഇതിലെടുക്കുക. നമ്മളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഈ ഒരു കുരിപ്പുണ്ട്. നീ രുചിച്ചു നോക്കിയാ? വേണ്ട, നീ ഒരു കാര്യം ചെയ്ത് ഇതിലേക്ക് കുപ്പിയിലാക്കി പോയി. 12:21 ഗൈസ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊണ്ട് ഒറ്റും പറ്റണില്ല. ഇതിൽ ആര് ജയിക്കുമെന്ന് അറിയണം. നിങ്ങളെല്ലാവരും ഇത് നെഗറ്റീവ് കമന്റ് വരാൻ ചിലപ്പോൾ ചാൻസ് കാണും. കാരണം ഈ പിള്ളേരെ വെച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോണ്ട് നെഗറ്റീവ് അപകടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം ഇതുണ്ട്. ഒരു സേഫ്റ്റി ഇല്ലാതെയൊക്കെ നിങ്ങളിങ്ങനെ ചെയ്യരുത്, നെഗറ്റീവ് കമന്റ് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. സേഫ്റ്റി ഇല്ലാതെയൊക്കെയാണ് നിങ്ങൾ വീഡിയോ ചെയ്യണത് എന്നൊക്കെ വെച്ചുകൊണ്ട് ചാൻസ് ഉണ്ട്. നമുക്കിവിടെ തൊട്ട് വീട്ടിനടുത്താണ് കാറ് കിടക്കുന്നത്. എന്തിനേയും പറ്റിപ്പോയാലും അടുത്ത് വേറെ കാറ് കിടപ്പുണ്ട് അല്ലേ, എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോയി. നിങ്ങളെല്ലാവരും ഇതൊരു ഗെയിം ആയിട്ട് തന്നെ എടുക്കുക. ഇതൊരിക്കലും സീരിയസ് ആവരുത്. കാരണത്തിരുന്ന് ഗെയിം ചെയ്യാൻ പോകണമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ അവരെല്ലാരും അലേർട്ടാണ്. നീ അതാണ്ട് ഇതിന്റെ ഇടയിൽ ദാഹം മാറ്റാനായിട്ട് അവള് വിയർപ്പ് തന്നെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞാനൊരു കാര്യം പറയട്ടെ, മിന്നു ഭയങ്കര ഓളാണ് കേട്ടോ. ഇപ്പൊ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവളെ കമന്റ് അവളെ കുറിച്ച് കുറച്ച് പേര് എല്ലാരും കമന്റ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. എല്ലാരും നമുക്ക് കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യാം അല്ലേ? അല്ലേ പൊന്നു? പൊന്നു ഒന്ന് ഓഫാണ് കേട്ടോ. പൊന്നുവിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പൊന്നുവിനെ ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് ഒരുപാട് പേടി ഞാൻ മാറ്റി നോക്കി. പക്ഷെ അവള് ചെറിയ മാറ്റമില്ലേ ചേട്ടൻ പറഞ്ഞു മിക്കവാറും ഡോർ തുറക്കേണ്ടി വരും. ഫോണിൽ വിളിച്ച് പറയാല്ലേ ഗെയിമിലാണ്. ഓ ഗായ്സ്, പരിചയമുള്ള ഒരാള് പറഞ്ഞാട്ടോ എന്തൊരാവോ എന്തോ മിക്കവാറും ഇറങ്ങേണ്ടി വരുമോ ഇല്ല. പോയി ഗായ്സ്. ഇപ്പം കറക്റ്റ് എത്ര മണി? 23 ഗായ്സ്. 23 നമ്മള് നമുക്ക് ഗെയിം കളിക്കാം അല്ലേ? വേണം ആർക്കെങ്കിലും എന്തെങ്കിലും പുറത്തിറങ്ങണമെന്നല്ല. ഇനിയും പോവും. ഓക്കെ, പവർ നീയാണ് നമ്മളെ പ്രചോദനം ഗൈസ്. ഇതൊരിക്കലും ബലേനയോ XL6 വണ്ടിയോ ഇല്ലെങ്കിൽ മറ്റേ റേഞ്ചർ റോവറോ ഒന്നും അല്ല. നമ്മളെ സാധാ മാരുതി സുസുക്കി 800 ആണ്. 800 ആണ്. അതില്ലേ പറഞ്ഞ 800 ആണ്. ആ കാറാണ്. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ നല്ല നിങ്ങളൊന്ന് ഇരുന്ന് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇത് അറിയാൻ പറ്റും. എന്റെ അമ്മേ. അപ്പോ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഇതെവിടെ നിന്നൊക്കെ ഗൈസ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ഇട്ടിട്ട് കാണാം. നിങ്ങളെ കമന്റിലാണ് നമ്മളെ പ്രചോദനം ഗൈസ്. നമ്മളൊരു ബ്യൂട്ടി ടിപ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ പുറത്തുനിന്നൊക്കെ കുറച്ച് പേര് കമന്റ് ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ പൊന്നു മിന്നു മാളും? ഒരുപാട് സന്തോഷമുണ്ട്. സമയം പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് അന്താക്ഷരി കളിക്കാം കാരണം അതിന്. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിയർപ്പ് തുടക്കുന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് മുടിയോടെ കിടക്കണോണ്ട് എന്നെ കൊണ്ട് മുഖത്തിങ്ങനെ പറ്റുന്നുണ്ട്. അപ്പോ ഇതൊക്കെ വീർത്ത് കഴിച്ചു കിടക്കണ ഒരു വാഴ സൈക്കോ കാറിനകത്ത് കിടന്ന് ഉറങ്ങണ ഇത്രയും ചൂടത്ത്. ഇവള് ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ ഗൈസ്, നമ്മളെന്തായാലും അന്താക്ഷരി കളിക്കാൻ പോവാണ് ഗൈസ്. സമയം വേണം. ഓക്കെ, പാട്ട് പാടാം.
ഗൈസ് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് കേട്ടോ ക്യാമറ ഒക്കെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. വണ്ടി ഓവറായിട്ട് കുലുക്കെടുത്ത് ഗെയിം പറ. കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാനാ കമ്മട യോ പറ്റിച്ചോ പാറി പാറി പറക്കുന്ന പൂമ്പാറ്റേ കളിക്കുന്ന ചില്ലകളിൽ ആടി ആടി കളിക്കുന്ന പൂവുകളിൽ പൂവിനേക്കാൾ ഭംഗിയുള്ള പട്ടുടുപ്പ് ഫോൺ വിളിക്കത്തറ വീട് മുളകിനും വില കൂടി കുടി 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 മമ്മൂട്ടി ചിങ്കാരി മണങ്ങുന്ന സോപ്പേ തേക്കോളൂ ഉടുക്കോളൂ ഈ പാട്ടുകളെല്ലാം നിങ്ങൾ കേട്ടു നോക്കുക. നിങ്ങളുടെ പണ്ടത്തെ പരിചയത്തിൽ അരിപരി ശർക്കര ഉണ്ട പോലത്തെ പാട്ടുകളാണ് ഇതെല്ലാം. അക്ഷരം പറയട്ടെ, ഞാൻ പറഞ്ഞു. ഈ ചത്ത പാട്ടല്ലാതെ വേറെ പാട്ടുകളൊന്നും നിങ്ങൾക്കില്ലേ? സത്യം പറയാം. നായാ നഗുമോ ശ്രീലളിത നീരാ ചത്ത പാടുന്ന ഞാൻ പറഞ്ഞ പാട്ട് നഗുമോ അക്ഷരം ആ അമ്പലപ്പുഴ തെച്ചിക്കാവില് പൂരം പുരം പുരം കൊമ്പന്മാരുടെ പൂരം ആന്റിമാരുടെ മേളോ എന്നാണ് പറഞ്ഞത്. നമ്മളെ പിള്ളേരോട് മാത്രമല്ല, നിങ്ങൾ കാണുന്ന ഓരോ എത്ര വയസ്സുള്ള ആൾക്കാരായാലും അവരോടെല്ലാം പറയാനുള്ള ഒരു ഗുണപാഠമാണ് ഡോണ്ട് കട്ട് ട്രീസ്. അതെ, മരങ്ങൾ മുറിക്കാതിരിക്കുക. നിങ്ങൾ ഇത്രയും ചൂടുള്ള സ്ഥലത്ത് ഒരുപാട് മരങ്ങളുള്ള ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ നിന്ന് നോക്കണം. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും കേൾക്കണുണ്ടോ? അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും മരം നടണം കേട്ടോ. ഒരു വീട്ടിൽ ഒരു മരം വെച്ചെങ്കിലും നട്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇല്ലെങ്കിൽ അടുത്ത കളിയാക്കണി. അടുത്ത ചൂട് ഇതിനെക്കാളും വലിയ ചൂടായിരിക്കും. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം. സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഓരോ മരം വെച്ച് വീട്ടിൽ നട്ട് അടുത്ത ചൂടിനെങ്കിലും ശകല ചൂട് നമുക്കൊന്ന് കുറയ്ക്കണം ഗായ്സ്. ഈ ചൂട് നിങ്ങളൊന്ന് ഇതുപോലെ കാറിലൊക്കെ കയറി നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടുന്ന നെഗറ്റീവ് കമന്റ് നമുക്കിപ്പോ അതൊരു ആരും വന്നിട്ടില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതുപോലെ ഒന്ന് വീട്ടിൽ എവിടെയെങ്കിലും ചൂടുള്ള സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു മരം വെച്ച് നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ അടുത്ത ചൂട് നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് ചൂട് അനുഭവിച്ചാൽ അതുമായിട്ടുള്ള പ്രതിഷേധം കൂടെ അങ്ങനെ കൂട്ടിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അത് കൂട്ടാം, വേണമെങ്കിൽ ആയിക്കോട്ടെ. നാളെ കതിരാടും ഇടിയാളെ തമ്പുരാനെത്തിയിടും മുമ്പേ കടിഞ്ഞാറിൻ കോര പറിച്ചാട്ടെ പെറ്റമ്മ തിന്നവളെ ചുണ്ടുള്ളവ മുറുക്കേ ചത്ത ഇറങ്ങണോ കിറ്റി ആര് കിറ്റി? നീ കിറ്റിയാണോ? ഇവാട്ടി കിറ്റി. ഞാൻ ജയിക്കും. അയ്യോ മട മുറിഞ്ഞേ മട വീഴാതെ കാവലൊന്നായി കൂട്ടും തെളിച്ചവർ പാടവരമ്പത്തുറക്കമില്ലാറു മാസം ആളുന്നതൊന്നുമല്ല താഴെ മിന്നാമിനുങ്ങുമല്ല അറ്റിരമ്പത്തൊരു കൂരയിലയ്യോ കരിന്തിരികത്തലാണ് കകതകതാത്തിനുന്തകത്തെയ്താരാ തകതിനുന്തകത്തെയ്താരാ താത്തിനുന്തകത്തകതിനുന്തകത്താരതിനുന്തകത്തെയ്താരാ. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ? നമുക്ക് അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. മിന്നുമാണ് അടിപൊളിയായിട്ട് പറഞ്ഞു. ഒരു പാട്ട് എന്റെ ഫോണിന്റെ ചൂട് വയ്ക്കണം. എന്റെ പൊന്നെ എന്തൊരു ചൂട് തൊട്ട് വയ്ക്കണം. ഇത് ഇങ്ങനെ തൊട്ട് വയ്ക്കണം.
നോക്കി ഇത് തൊട്ട് ഇതേപോലെയാണ് ഓരോരുത്തരും ആരും വണ്ടിയൊന്നും ഫോണിൽ ഫോണൊന്നും വണ്ടിയിൽ ഇട്ട് വെച്ചിട്ട് പോവല്ലോ കേട്ടോ. ആരും ഇട്ട് വെച്ചിട്ട് പോവല്ലോ കേട്ടോ. ഇതുപോലെ പുറ്റിങ്ങി പഴുത്തു. കറക്റ്റ് 12:39 ആയതുവരേക്കും മിന്നു ആവശ്യമായ കേട്ടോ. ഇനി മിന്നിനെ കൊണ്ട് പറ്റില്ലെന്നാണ് മിന്നു പറയണം. മിന്നു കിട്ടിയത് ഇറങ്ങിയല്ലേ, ഇറങ്ങിക്കോ. ടാറ്റ കൊടു, എല്ലാവർക്കും ടാറ്റ കൊടുത്തിട്ട് പോ. ടാറ്റ കൊടുത്തിട്ട് പോ. ബിഗ് ബോസ് നിങ്ങളിപ്പോൾ ഇറങ്ങണേ, ഇറങ്ങിറങ്ങ്. തുറന്നു നോക്കില്ലേ, ഒരുപാട് തുറന്നു നോക്കില്ലേ. അടാടാ ഗൈസ്, മിന്നു ഇറങ്ങി കേട്ടോ. കറക്റ്റ് അരമണിക്കൂറായപ്പോ മിന്നു ഇറങ്ങിയേ. അരമണിക്കൂർ ഇപ്പൊ 12:40 സമയം ഇപ്പൊ 12:50. എങ്ങനെയാണ്? ഓക്കെ ബിഗ് ബോസ് അടുത്ത ആള് പുറത്തായിരിക്കുകയാണ്. ഇറങ്ങ. ഓ ചോറ് തൊലച്ച്. എങ്ങനെയുണ്ട് പുറത്ത്? എങ്ങനെയുണ്ട് കേക്കാമോ? നമ്മൾ പറയണ കേക്കാമോ? എങ്ങനെയുണ്ട്? ഓ പൊന്നു ഇനിയും പിടിച്ചേക്കുമല്ലേ? ഓക്കെ ഞാനും പിടിച്ചേക്കോട്ടെ. മിന്നും ആളും പുറത്ത് പോണ്ട കേട്ടാ. അതാ 2 സൈഡിലായിട്ട് പുറത്ത് പോണ്ട കേട്ടാ. എങ്ങനെയുണ്ട്? ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണ അയ്യോ നനഞ്ഞ കേട്ടാ. എന്റെ പൊന്നെ ഫുള്ള് നനഞ്ഞ നമ്മള്. എന്റെ അല്ലേ സമയം ഇപ്പം 1:30 കേട്ടോ. 1:30. ഓക്കെ ഇറങ്ങിയോ. പൊന്നും കിട്ടിയത് കേട്ടോ. വെയിലൊരു ക്ഷാമമില്ലല്ലോ ഗൈസ്. എൻ്റെ പൊന്നു. അയ്യോ എനിക്ക് ചൂടെടുക്കണേ. നല്ല ചൂട് ആയിരിക്കും. ഞാൻ എന്തൊരു പ്രാന്താണ് ഈ കാണിക്കുന്നതെന്ന്. ദിസ് ഫോർ എ ഗെയിം ഗൈസ്. ഒരു കാര്യമായിട്ട് എടുക്കരുത്. നമ്മളിതിലൊരു മെസ്സേജാണ് നിങ്ങൾക്ക് കൊണ്ടു തരണം. ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ് ഗൈസ്. എൻ്റെ പൊന്നോ ഭയങ്കര ചൂട്. ഇത്രയും ചൂടിൽ നമ്മൾ ഇനിയും മരങ്ങൾ, നിങ്ങളൊന്ന് ചുറ്റുപാട് നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം എത്രത്തോളം മരങ്ങളാണ് നിങ്ങൾ മുറിച്ച് കളയണതെന്ന്. പൈസയ്ക്ക് വേണ്ടിയിട്ടായാലും വീട്ടിലെ ഫർണിച്ചറിന് വേണ്ടിയിട്ടായാലും പൈസയ്ക്ക് വേണ്ടിയിട്ട് മരങ്ങളൊക്കെ ഒരുപാട് മുറിച്ച് കളയണുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് കേൾക്കുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നാം. നിങ്ങൾ ഒന്നും ചുറ്റുപാടൊന്ന് നോക്കുക. നിങ്ങൾ വെയിലത്തിറങ്ങി വന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മരം ഒരു തൈ വെച്ചെങ്കിലും നിങ്ങളൊന്ന് നട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നാളെ നിങ്ങളുടെ പിള്ളേർക്കായാലും ഇപ്പം എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ എൻ്റെ അനിയത്തിമാർക്കായാലും അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനിയും മരങ്ങൾ മുറിച്ച് നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. ഒരു വീട്ടിൽ ഒരു മരം വെച്ചെങ്കിലും നിങ്ങളൊരു തണലിന് വേണ്ടിയിട്ടെങ്കിലും ഒരു മരം വെച്ചെങ്കിലും നടുക. എൻ്റെ അറിവിൽ നല്ല വർഷങ്ങളോളം പഴക്കമുള്ള ഒരു മരം എൻ്റെ ഏരിയയിലില്ല ഗൈസ്. ഏറെക്കുറെ ചുരുക്കമാണ്. ബാക്കിയെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ മുറിച്ച് കളഞ്ഞ മരങ്ങളാണ്. നിങ്ങൾ ഈ ഒരു ഗെയിമിൽ നിങ്ങൾ ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ആ ഒരു മെസ്സേജ് കൂടെയാണ് ഞാൻ ഇതിലൂടെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചത്. എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിൽ ഇന്നൊരു ഗെയിം അറ്റൻഡ് ചെയ്ത് നമ്മളെല്ലാവരും കൂടെ ചേർന്നൊരു എൻ്റർടൈൻമെൻ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നേരം കൊണ്ട് ഞാൻ പിടിച്ച് നോക്കട്ടെ. എന്നെ കൊണ്ട് പറ്റണമെന്ന് ഞാൻ പിടിച്ചേക്കും. പറ്റില്ല ഗൈസ്. നല്ല ചൂടുണ്ട്. 2:05 ഞാൻ ക്വിറ്റ് ചെയ്യണം. ഇനിയും പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ മാക്സിമം തന്നെ നോക്കി. അപ്പോ എന്തിനാണ് മൊത്തം തീർത്തേട്ടാ. ചേർത്ത് കുളിച്ച് അതിൻ്റെ പിയാണ് നമുക്കുള്ള മെസ്സേജ് നമ്മൾ തന്നു കഴിഞ്ഞു. കറക്റ്റ് ഞാൻ 2 മണിക്കൂർ ഇരുന്നു. ഇതിൻ്റെ ഇടയിൽ വെച്ച് ഒരുപാട് പേര് തൊഴിഞ്ഞു പോയി. ഇങ്ങനെയാണ് ഗെയിം. ഗെയിമിലിപ്പോൾ വിന്നയിക്കുന്ന ഞാനാണ്. 1000 രൂപ എനിക്ക് എൻ്റെ സ്വന്തം കേസ്. അതല്ലേ ഓക്കെ. അപ്പോൾ അതായത് ഗെയിം. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ഒരു മെസ്സേജ് കൂടെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.